ഇനിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലരും ഞങ്ങളോട് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, വെഡ്ഡിങ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ്? നല്ല അടിപൊളിയാണ്, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. ഇടയ്ക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റോറിയിൽ ഇടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോറി കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിക്കും, എന്ത് സുഖമല്ലേ നിങ്ങൾക്ക് സ്വന്തം ബിസിനസ് ആയതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം, ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാം. ശരിക്കും ഇഷ്ടമുള്ളിടം നോക്കി പോകുന്നതല്ല, അവിടെ ക്ലൈൻറ്റ് മീറ്റിങ്ങിന്റെ സ്റ്റോറി അടുത്ത ദിവസം ഇടും. അടുത്ത് നമ്മുടെ ട്രിപ്പാന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി വേറൊരു ദിവസം. ചിലപ്പോൾ കാലിക്കറ്റിലായിരിക്കും മീറ്റിംഗ്, അപ്പം നേരെ കാലിക്കറ്റ് പോകുന്നു, ക്ലൈൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞു, പിന്നെ അവിടെ എവിടെയിലേക്ക് ഇറങ്ങി 2-3 ഫോട്ടോ എടുക്കും, തിരിച്ചു വരുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരു സ്ഥലത്തായിരിക്കും. അപ്പം അങ്ങനെ വേറെ ഇത് നമുക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അവിടെ പോയി ഇവിടെ പോയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത് പലരും ചോദിക്കുന്നത് ഭയങ്കര എളുപ്പമുള്ള ഒരു പരിപാടിയാണോ ഇവന്റ് മാനേജ്മെന്റ് എന്ന് ചോദിക്കാറുണ്ട്. അതൊരു എളുപ്പമുള്ളതാണോ? ശരിക്കും എളുപ്പമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പേഴ്സണലി തോന്നാറുള്ളത്, എല്ലാ ജോലിയോടും ഉറപ്പായിട്ടും നമുക്ക് അത്രയധികം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭയങ്കര കൂളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവൻറ്റിൽ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടം വേണം എന്നേ ഞാൻ പറയുള്ളൂ. അത്രയും ഇഷ്ടത്തോടു കൂടി ചെയ്താൽ മാത്രമേ അതൊരു സിമ്പിൾ, എസ്പെഷ്യലി ഫാമിലി ലൈഫും ബിസിനസ് ലൈഫും ഒരുപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ഒട്ടും സെറ്റായി പോകത്തില്ല. രണ്ടും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള ഒരു ജോബ് പോലെയാണ്, ഇതിനകത്ത് ഒരു സമയം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര മണിക്ക് പോയിട്ട് ഇത്ര മണിക്ക് തിരിച്ചു വരാമോ? നമ്മളൊരു ക്ലൈന്റ് മീറ്റിങ്ങിന് പോകുമ്പോൾ രാവിലെ ഒരു മീറ്റിംഗ് എടുക്കുമ്പോൾ ഇന്ന് രാവിലെ 10 മണിക്ക് മീറ്റിംഗ്, ഓക്കെ, അടുത്ത മീറ്റിംഗ് നമ്മൾ പറയുമ്പോൾ 12:30 അല്ലെങ്കിൽ 1 മണിക്ക് പറയും. പക്ഷേ ഈ 10 മണിക്കുള്ള മീറ്റിങ്ങിന് മാത്രമേ ഈ ചരിത്രത്തിൽ നമ്മൾ സമയത്ത് പോയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം എനിക്ക് തോന്നുന്നു 2-3 എല്ലാ മീറ്റിംഗും അതുപോലൊക്കെ തന്നെയാണ്. ഏത് ബിസിനസ്സിലായാലും ഒരു മീറ്റിംഗ്സ് വരുമ്പോഴത്തേക്ക് പോകും. പക്ഷെ നമുക്ക് മീറ്റിങ്ങിനെക്കാട്ടിലും ഉപരി നമ്മളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം നാളെ ഒരു വെഡിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെറ്റപ്പിന് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഒരൊറ്റ ദിവസമായിരിക്കും. ചിലപ്പോൾ എത്ര വലിയ വെഡിങ് ആയാലും എത്ര ചെറിയ വെഡിങ് ആയാലും ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ഒരു പ്ലാൻ ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പം അത് നമ്മളുടെ കഴിവാണ്. നമുക്ക് എത്ര നാൾ മുമ്പ് ഇത് പ്ലാൻ ചെയ്ത് എത്ര സ്പീഡിൽ തീർക്കാൻ പറ്റും എന്നുള്ളൊരു പ്ലാനിങ് ആയിരിക്കും ചിലപ്പോൾ 6 മാസം. അതെ, എക്സിക്യൂഷൻ ആണ് ഏറ്റവും വലിയൊരു. ചില സമയങ്ങളിൽ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നല്ല തിരക്കുള്ള ഹോളുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് രാത്രിയിൽ 12 മണിക്ക് വെളുപ്പിന് 3 മണിക്ക് ആ ഒരു സമയത്തൊക്കെ ബാക്കിയുള്ള ആൾക്കാരെ അഴിച്ചിറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കയറാൻ പറ്റുന്നത്. അത്രയും ലിമിറ്റഡ് ടൈമിലൊക്കെ സെറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അതെ, ഇതിനകത്ത് പിന്നെ ഒരു 1 man ആർമി ഒരിക്കലും നടക്കൂല. 1 man ആർമി ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനോ അഞ്ജലിയോ ഞങ്ങൾ 2 പേരും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അത്രയും ഒരു ടീമുണ്ട്. അവരാണ് ശരിക്കും നമ്മളുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു എൻക്വയറി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണങ്ങൾ കണ്ടിട്ട് വരാം, ഫേസ്ബുക്കിൽ കൂടെ വരാം, ഗൂഗിളിൽ കൂടെ വരാം, ഏതൊക്കെ രീതിയിൽ കൂടെ നമുക്ക് ഒരു എൻക്വയറീസ് വരാം. അപ്പോൾ ഈ എൻക്വയറീസിനെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് സോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അത് നമുക്ക് ഫിറ്റാണോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണോ, അവർ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു എൻക്വയറി ആണോ, അത് നന്നായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് എന്നുള്ളത് ഞാൻ ഫണൽ ചെയ്ത് അവസാനം നമ്മളുടെ അടുത്തേക്ക് എത്തിച്ച് ആ ക്ലയൻറ്റിന് വേണ്ട റിക്വയർമെൻറ്റ്സ് മൊത്തം സംസാരിച്ച് ഞങ്ങളതൊക്കെ വേണ്ട ഒരു ഡിസൈൻ കൊടുത്ത്, അതൊരു ക്രിയേറ്റീവ് ടീമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ വെഡ്ഡിങ് പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടും. ഇതെല്ലാം കഴിഞ്ഞ് എക്സിക്യൂഷനിലേക്ക് നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും മോഡൽസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊഡക്ഷൻ ടീമുണ്ട് നമുക്ക്. അപ്പോൾ അവരായിരിക്കും അതെല്ലാം ഉണ്ടാക്കി പെയിൻറ്റ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും എടുക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു ദിവസം മുമ്പ് കിട്ടുന്ന വെന്യൂവിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു ഡിസൈൻ ആയാലും അവിടെ വരുന്ന വെൻഡേഴ്സിനെ ആയാലും ഫുള്ളി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് മൊത്തത്തിൽ ആ പരിപാടി അടിപൊളിയാക്കുക. അവരാണ് നമ്മളുടെ ഹീറോസ്. ശരിക്കും അവർ ഒരുപാട് എന്താ പറയുക, അവരിൽ ഒരു 2 പേര് ഒരേ സമയം ഒരു 20 പേര് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ഒരു 2 പേര് ഉഴപ്പിയാൽ പോലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തീർക്കാൻ പറ്റത്തില്ല. ശരിക്കും അവരോരോ നമ്മുടെ കൂടെ ഉള്ളത് കൂടുതലും പിള്ളേരാണ്, പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പഠിച്ച് അടുത്തത് അവരെന്തെങ്കിലും വേറൊരു ജോലിയിലേക്ക് നോക്കുന്നത്. അപ്പം സോ അവർക്ക് എല്ലാവർക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള അവർക്ക് എല്ലാവർക്കും ആ ഒരു ചെയ്യുന്ന കാര്യത്തിനോട് കുറച്ചുകൂടി ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് പോവാന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. അവർക്ക് എല്ലാവർക്കും ചെയ്യുന്നത് പിള്ളേരെ ഹെഡ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പിള്ളേരാണല്ലേ മൊത്തം ചെയ്യുന്നത്. അങ്ങനെയല്ല, ലീഡ് ചെയ്യുന്നവരെല്ലാവരും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഉറപ്പായിട്ടും ലീഡേഴ്സ് മാത്രമല്ലല്ലോ, ഈ ലീഡേഴ്സിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതും നടക്കൂ. ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്നത്തെ ദിവസത്തെ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേഷൻ അതും ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ പല വെൻഡേഴ്സിനെ വെച്ചു ഡിസൈൻ ചെയ്തു, ഇങ്ങനെല്ലാം ചെയ്ത് നമ്മളൊരു ഡെക്കോർ ഇൻസ്റ്റലേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ ദിവസം ഈ കല്യാണം എങ്ങനെ ഓടിക്കുന്നു, ആ ഒരു ഷോ റണ്ണേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഷോ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്കും ഏറ്റവും
എഫിഷ്യന്റ് ആയിട്ടുള്ള പിള്ളേരും എന്ന് വേണമെങ്കിൽ സോ നമ്മൾ പറഞ്ഞു വന്നതിന്റെ സാരം ഇവന്റ് തുടങ്ങാൻ എളുപ്പമാണോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും എളുപ്പമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഒരു വിസിറ്റിംഗ് കാർഡിൽ ഒരു ഇവന്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഒരാളുടെ എനിക്ക് തോന്നുന്നു ഒരു 20 അല്ലെങ്കിൽ 25 വർഷമായിട്ട് അല്ലെങ്കിൽ 25 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ അവരുടെ അത്രയും വർഷത്തെ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ അവരെ വളർത്തിയ അച്ഛനമ്മമാരുടെ ഡ്രീം ആ ഒരു ദിവസം അത്രയും പെർഫെക്റ്റ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും അത്രയും ഒരു ഡെഡിക്കേഷൻ വേണം. അല്ലാതെ വെറുതെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ശരിക്കും നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. അവരുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് അവർക്ക് നമ്മൾ നാളെ ഒരു ചേട്ടനായിരിക്കണം, ഒരു മോനായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അനിയനായിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ഒരു കല്യാണമാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റീവ്, ഞാൻ കൂടുതൽ വെഡ്ഡിങ്സിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ, അങ്ങനെ ഒരു കല്യാണം നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വിജയം. അപ്പം അങ്ങനെ ചെയ്യാൻ റെഡി ആയിട്ട് നിങ്ങളൊരു പ്ലാൻ ചെയ്തിറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇവന്റ്സ് എന്ന് പറയുന്നത് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വെറുതെ തട്ടിക്കൂട്ടി ചെയ്യാൻ വേണ്ടി തുടങ്ങരുത് എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ ആ ഒരു ഡെക്കറേഷൻ പോലെ ആയി പോകും. അല്ല, ഡെക്കറേഷൻ മാത്രമല്ല, നമ്മൾ ഒരു പ്രോഫിറ്റ് മാത്രം നോക്കി ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വേറെ കുറെ ആൾക്കാരുടെ സ്വപ്നങ്ങളെ നമ്മൾ തകർക്കുന്നത്. സോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ശരിക്കും അതിനകത്ത് പേയ്മെന്റ് നിങ്ങൾ മേടിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഇത്രയും പഠിച്ചതാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന് ഇത്രയും ഒരു പേയ്മെന്റ്, പക്ഷെ ആ മേടിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു വർത്ത് നിങ്ങളുടെ വർക്കിൽ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.